ഇത് ചെയ്യാം, സൈഡിലോട്ട് വരാം. സൈഡിൽ വരുമ്പം ഇതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിൽ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണോ ഒറിജിനൽ വണ്ടിയിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഇൻറ്റീരിയറിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇറങ്ങുന്ന സ്റ്റെപ്പ് അത് കാര്യങ്ങൾ. വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ബാക്കിൽ സ്റ്റെപ്പിനി ടയർ ഉണ്ട്. ഈ ടയർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുള്ള ടൂളൊക്കെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. 2 ടെയിൽ ലാമ്പ് യൂണിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡോറ് തുറക്കാനുള്ള ഹാൻഡിലെല്ലാം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലുള്ള ഗ്ലാസ് ഒറിജിനൽ വണ്ടിയിൽ എങ്ങനെയാണോ ഗ്ലാസ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ താഴ്ഭാഗത്തോട്ട് വരാം. താഴ്ഭാഗത്തോട്ട് വരുമ്പം ഇതിൻ്റെ ലിങ്ക് എല്ലാം മെറ്റലായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ഷാഫ്റ്റ് കാര്യങ്ങളെല്ലാം ഇതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് സസ്പെൻഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഡിഫറൻഷ്യൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി പോകുന്ന ഇതൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. അതുപോലെ തന്നെ ടയറിൻ്റെ അടുത്ത പോർഷൻസൊക്കെ ഇങ്ങനെയാണ്. സസ്പെൻഷൻ ഓയിൽ സസ്പെൻഷനാണ്. 4 വീലിലും നല്ല കിഡിലൻ സസ്പെൻഷൻ തന്നെ ഉണ്ട്. എന്താ പറയുക, അത്യാവശ്യം നമ്മൾ ക്രൗളിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഫീല് നല്ലോണം കിട്ടുന്നുണ്ട് ഈ ഒരു സസ്പെൻഷൻ വെച്ചിട്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ബ്രഷ്ഡ് മോട്ടറാണ് വരുന്നത്. അത്യാവശ്യം പവറൊക്കെ മോട്ടർ കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രഷ്ഡ് ആവുമ്പം സ്വാഭാവികമായിട്ട് ബ്രഷ്ലെസ്സിനേക്കാളും പവർ കുറവായിരിക്കും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബോഡി അയച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിൽ 2 ഒരു ഇതുണ്ട്, അതിനകത്ത് ലോക്ക് വരുന്നുണ്ട്. 2 നീഡിലായിട്ടുള്ള ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് അയച്ചെടുക്കുന്ന നേരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൻ്റെ ബോഡി പൊക്കി വെക്കാൻ പറ്റും. ജസ്റ്റ് വണ്ടി നിലത്ത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാം, ഫ്രണ്ട് പോർഷൻ നമ്മൾ പൊക്കുമ്പോൾ ഇത് തുറന്നു വരും. ഇതിനകത്താണ് ഇതിൻ്റെ ബാറ്ററി, ESC എല്ലാ സംഭവങ്ങളും ഇതിനകത്താണ് വരുന്നത്. നമുക്ക് ബാറ്ററി ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്തു നിന്നാണ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടർ, ESC, അത് അതിൻ്റെ കൂൾ ചെയ്യാനുള്ള ഫാന്, വയറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.